നമസ്കാരം. വത്തിക്കാൻ ഡയറിയിലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ. ഡിജിറ്റൽ യുഗത്തിൽ ഇടവകകൾ കാലാനുസൃതമായി മാറണമെന്ന് വത്തിക്കാൻ രേഖ. ദുരുപയോഗ കേസുകളിൽ വൈദികനെ സ്ഥലം മാറ്റുകയോ ഇരകളോട് മൗനം അവലംബിക്കാൻ പറയുകയോ അരുതെന്ന് വാദേമേക്കും. മഹാമാരിക്ക് പിന്നാലെ മറ്റൊരു മഹാദുരന്തം. ലോകത്തെ പട്ടിണി ഗ്രസിക്കുന്നു. 3 ബിഷപ്പുമാർക്ക് കത്തോലിക്ക സഭയുടെ അന്ത്യാഞ്ജലി. പോളിഷ് കർദിനാൾ ഗ്രോച്ചോ ലസ്കിക്ക് വത്തിക്കാന്റെ ഹൃദയംഗമമായ അന്ത്യാഭിവാദ്യം. ബംഗ്ലാദേശ് ആർച്ച് ബിഷപ്പ് മോസസ് കോസ്റ്റയും ബൊളീവിയൻ ബിഷപ്പ് യുചിനോസ് കാർപ്പലിനിയും കോവിഡ് ബാധിതരായി മരിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ ധ്യാനാത്മകമായ പ്രാർത്ഥനകളോടെ കർദിനാൾ ഗ്രോച്ചുലോസ്കിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. പോളിഷ് കർദിനാൾ സിനോൺ ഗ്രോച്ചുലോസ്കിയുടെ അന്തിമ ശുശ്രൂഷയിൽ കർദിനാൾമാരും റോമൻ കൂരിയയിലെ ജീവനക്കാരും സംബന്ധിച്ചു. ചടങ്ങുകൾക്ക് കർദിനാൾ കോളേജിന്റെ വൈസ് ഡീൻ ലിയാനാഡോ സാന്ദ്രി അധ്യക്ഷം വഹിച്ചു. Vogliamo affidare al Signore l'anima di un sacerdote. പുരോഹിതനും ബിഷപ്പുമായ ഈ ആത്മാവിനെ നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ അർപ്പിക്കാം. പ്രാർത്ഥനാ നിരഭരമായി ഫ്രാൻസിസ് പാപ്പ ഈ ചടങ്ങുകളിൽ സന്നിഹിതനായി. സിനോൺ ഗ്രോച്ചുലോസ്കിയും യോർഗെ മരിയോ ബർഗോഗ്ലിയും ഒരേ ദിവസമാണ് കർദിനാൾമാരായത്. വത്തിക്കാനിൽ ദശകങ്ങളോളം നീണ്ട പ്രവർത്തനങ്ങൾക്കൊടുവിൽ 80-ാം വയസ്സിൽ അദ്ദേഹം വിട പറഞ്ഞു. പൊന്തിഫിക്കൽ സർവകലാശാലകളുടെ ചുമതലയുള്ള കത്തോലിക്ക വിദ്യാഭ്യാസ കാര്യാലയത്തിന്റെ തലവനായിരിക്കെ കർദിനാൾ പറഞ്ഞു, ഒരു കത്തോലിക്ക സ്കൂളിൽ കത്തോലിക്ക മൂല്യങ്ങൾ പഠിപ്പിക്കുമെന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും മനസ്സിലാക്കണം. തീർച്ചയായും മറ്റു മതങ്ങളെ ആദരിക്കുന്നു, എന്നാൽ ക്രിസ്തീയ മൂല്യങ്ങൾ പഠിപ്പിക്കുന്നത് നമ്മുടെ അവകാശമാണ്. ഇറ്റലിയിൽ കോവിഡ്-19 വ്യാപിച്ചതിനെ തുടർന്ന് വത്തിക്കാനിൽ ഏതാനും ചടങ്ങുകൾ മാത്രമേ നടന്നിട്ടുള്ളൂ. എങ്കിലും പോളിഷ് കർദിനാളിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ കർദിനാൾമാരും കൂരിയ അംഗങ്ങളും വന്നു ചേർന്നു. ജോൺ പോൾ രണ്ടാമന്റെയും ബെനഡിക്ട് 16-ാമന്റെയും വളരെ അടുത്ത സഹപ്രവർത്തകനായിരുന്നു സിനോൺ ഗ്രോച്ചുലോസ്കി. ബൊളീവിയയിൽ എൽ ആൽത്തോ ബിഷപ്പ് കോവിഡ് ബാധയേറ്റ് മരിച്ചു. അദ്ദേഹത്തിന് 2 വട്ടം ഹൃദയാഘാതമുണ്ടായി. 66-കാരനായ യൂജനിയോ സ്കോർപെലിനി ഇറ്റാലിയനായിരുന്നു. 32 വർഷങ്ങളായി ബൊളീവിയയിൽ ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. 2015-ൽ ഫ്രാൻസിസ് പാപ്പ ബൊളീവിയ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം പാപ്പയെ അനുയാത്ര ചെയ്തു. 2017-ൽ വത്തിക്കാൻ പൂന്തോട്ടത്തിൽ ബൊളീവിയയുടെ മാധ്യസ്ഥ വിശുദ്ധ കോപ്പാക്കബന മാതാവിന്റെ ചിത്രം ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. ബൊളീവിയയിൽ 50,800 കൊറോണ വൈറസ് പോസിറ്റീവ് കേസുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 2000 പേർ ഇതിനകം മരിച്ചു. ബംഗ്ലാദേശിലെ ചിറ്റഗോങ് ആർച്ച് ബിഷപ്പ് മോസസ് കോസ്റ്റ കൊറോണ വൈറസ് ബാധയ്ക്ക് ശേഷമുണ്ടായ മസ്തിഷ്കാഘാതത്തെ തുടർന്ന് അന്തരിച്ചു. ഇടവകകൾ സുവിശേഷവൽക്കരണ പാതയിൽ നൂതന മാർഗങ്ങൾ അവലംബിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന അജപാലന പരിവർത്തനത്തിന്റെ പുതിയ രേഖ പുറത്തിറങ്ങി. ഇടവകകൾക്കുള്ളിൽ മനോഭാവത്തിൽ ആന്തരിക നവീകരണത്തിൽ തുറവയുണ്ടാകണമെന്നാണ് രേഖ പറയുന്നത്. വത്തിക്കാൻ അജപാലന പരിവർത്തനം എന്ന പുതിയ രേഖ പുറത്തിറക്കി. വിശ്വാസികളുടെ ആവശ്യങ്ങളും സമൂഹത്തിന്റെ മാറ്റങ്ങളും പരിഗണിച്ച് ഇടവകകളെ സുവിശേഷവൽക്കരണ മിഷൻ സേവനമായി പരിവർത്തനം ചെയ്യണമെന്ന് അത് നിർദ്ദേശിക്കുന്നു. സുവിശേഷ പ്രഘോഷണത്തിനും കുദാശകൾക്കും വേണ്ടിയാണ് ഇടവകകൾ സ്ഥാപിക്കപ്പെട്ടത്. നിലവിലുള്ള മാതൃകകൾ ഫലപ്രദമല്ലെന്ന് രേഖ വിലയിരുത്തി. ഡിജിറ്റൽ ലോകത്ത് ഭൂമിശാസ്ത്രപരമായ വ്യത്യാസങ്ങളും ഭാഷകളും സംസ്കാരവും തമ്മിലുള്ള അന്തരവും അലിഞ്ഞില്ലാതാവുന്നതാണ് ഇതിന് കാരണം. ഇതിനർത്ഥം പുരോഹിതനും ഇടവക സമൂഹവും ഇടവകകളെ പുതിയ രീതിയിൽ സർഗാത്മകമായി മാറ്റണമെന്നാണ്. ചുറ്റുമുള്ളവരോട് അടുപ്പം കാണിക്കണം. ഇത് അന്യരെ സ്വാഗതം ചെയ്യുന്നതിലും അനുരഞ്ജന കൂദാശയിലും ദരിദ്രരുടെ കരുതലിലും അടിസ്ഥാനമാക്കി വേണം. മുൻപ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞിട്ടുള്ളതുപോലെ ഇടവക മിഷനുകളുടെ സവിശേഷതയാവണം കൂട്ടായ്മയും ഐക്യവും. Le nostre parrocchie sono invasse da tante iniziative. നമ്മുടെ ഇടവകകളെ ഒട്ടേറെ ഉദ്യമങ്ങൾ ആക്രമിക്കുന്നുണ്ട്. എന്നാൽ ജനജീവിതത്തെ അത് ആഴത്തിൽ ബാധിക്കുന്നില്ല. നിങ്ങൾ ഈ സമയത്ത് ഇടവക കൂട്ടായ്മയുടെ ജീവിതം പുനരുദ്ധരിക്കാൻ ചുമതലപ്പെട്ടവരാണ്. എങ്ങനെ സുവിശേഷം ശ്രവിക്കുകയും അതുപയോഗിച്ച് പ്രാർത്ഥിക്കുകയും അന്യരിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യാമെന്ന് ഇടവകാംഗങ്ങളെ പഠിപ്പിക്കുന്നതിനെ രേഖ വിവരിക്കുന്നു. ക്രിസ്തുവുമായി വ്യക്തിപരമായ അഭിമുഖീകരണത്തിന് കത്തോലിക്കരെ വളർത്തിയെടുക്കാൻ
വേദോപദേശം തുടർച്ചയായി വേണമെന്നും അത് പറയുന്നു. സംഭാഷണം, ഐക്യദാർഢ്യം, തുറവി എന്നിവയിലേക്ക് നയിക്കുന്ന മാനുഷിക ബന്ധങ്ങൾ സർഗാത്മകമായി വളർത്തിയെടുക്കാനും കഴിയണം. ഇടവക സ്വയം സംരക്ഷിത മേഖലയല്ല, അത് ജനങ്ങളാണ്. ഇടവക വികാരികൾ ആഭ്യന്തര നവീകരണത്തിനും മനോഭാവത്തിനും നിർണായകമായ മാറ്റത്തിനും തുറവിയുള്ളവരാകണം. മിഷൻ നന്നായി കൊണ്ടുപോകാൻ അൽമായർക്കുള്ള പങ്ക് മനസ്സിലാക്കാൻ അവർ സഹായിക്കണം. ഇടവകകൾ പുരോഹിതർ ഇല്ലാത്തതിൻ്റെ പേരിലോ സാമ്പത്തിക ഞെരുക്കം മൂലമോ താൽക്കാലിക പ്രശ്നങ്ങൾ കാരണമോ അടയ്ക്കുകയോ മറ്റൊന്നിനോട് കൂട്ടിച്ചേർക്കുകയോ ചെയ്യുന്നത് ശരിയല്ല. എന്തുകൊണ്ടാണ് ഏതെങ്കിലും ഇടവക അടയ്ക്കുന്നതെന്ന് ബിഷപ്പുമാർ ഔദ്യോഗിക ഡിക്രിയിലൂടെ വിശദീകരിക്കണമെന്നും രേഖ പറയുന്നു. മാറുന്ന ലോകക്രമത്തിൽ കത്തോലിക്ക ദൈവവിളിയോട് ഇടവകകൾ, വൈദികർ, ബിഷപ്പുമാർ, അൽമായർ എന്നിവർ എങ്ങനെ പ്രതികരിക്കണമെന്ന നിർദ്ദേശങ്ങളാണ് ഈ രേഖയിലുള്ളത്. 2016 ലെസ്ബോസിൽ നിന്നും ഫ്രാൻസിസ് പാപ്പ നേരിട്ട് വത്തിക്കാനിലേക്ക് കൊണ്ടുപോന്ന അഭയാർത്ഥികളെ പിന്തുടർന്ന് 10 പേർക്ക് കൂടി മനുഷ്യത്വ ഇടനാഴിയിലൂടെ യൂറോപ്പിലേക്ക് പ്രവേശനം. അവരെ സാന്റ് എഗിഡിയോ സമൂഹം അനുകമ്പാപൂർവ്വം സ്വീകരിക്കുകയാണ്. മഹാമാരി മൂലം മാസങ്ങളായി യാത്ര ചെയ്യാൻ കഴിയാതിരുന്ന 10 അഭയാർത്ഥികൾ മനുഷ്യത്വ ഇടനാഴിയിലൂടെ ഇറ്റലിയിലെത്തി. റോമിലെ ഫ്യുമിച്ചിനോ വിമാനത്താവളത്തിൽ അവരെ സാന്റ് എഡിഗിയോ സമൂഹം സ്വീകരിച്ചു. വിമാനം കിട്ടാൻ ബുദ്ധിമുട്ടി മാസങ്ങളായി കഴിയുകയായിരുന്ന അഭയാർത്ഥികൾക്കാണ് ഫ്യുമിച്ചിനോ വിമാനത്താവളത്തിൽ സാന്റ് എഡിഗിയോ സമൂഹത്തിന്റെ സ്ഥാപകൻ ആന്ത്രിയ റിച്ചാർഡിയുടെ നേതൃത്വത്തിൽ സ്വാഗതമരളിയത്. തടസ്സങ്ങളുണ്ടായിരുന്നുവെങ്കിലും അവരെ തങ്ങൾ മറന്നിരുന്നില്ലെന്ന് വികാരനിർഭരമായ അന്തരീക്ഷത്തിൽ ആന്ത്രിയ റിച്ചാർഡി ചൂണ്ടിക്കാട്ടി. ലെസ്ബോസിൽ നിന്നും അവരുടെ സുദീർഘമായ യാത്ര ആരംഭിക്കാൻ മനുഷ്യത്വ ഇടനാഴിയാണ് സഹായിച്ചത്. ഈ മനുഷ്യത്വ ഇടനാഴിയുടെ പ്രവർത്തന ഫലമായി യൂറോപ്പിലേക്ക് ഇങ്ങനെ നിരവധി അഭയാർത്ഥികളെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. 57 അഭയാർത്ഥികളാണ് ഇതുവരെ എത്തിയത്. ഇവരിൽ ആദ്യത്തെ സംഘത്തെ 2016 മാർപ്പാപ്പ ലെസ്ബോസിൽ നിന്നും മടങ്ങവേ നേരിട്ട് കൊണ്ടുപോരുകയായിരുന്നു. മനുഷ്യത്വ ഇടനാഴി വഴി മധ്യേഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഇതിനകം 3000 അഭയാർത്ഥികളെ യൂറോപ്പിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. യൂറോപ്യൻ സർക്കാരുകളുമായി സഹകരിച്ച് യൂറോപ്പിലേക്ക് എത്താവുന്ന അഭയാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന സംഘടനകളുടെ ശൃംഖലയാണ് ഈ ഇടനാഴി. ഇതുവഴി കടന്നുവരുന്നവർക്ക് ഇരട്ട ഉറപ്പാണ് കിട്ടുന്നത്. മാഫിയകളുടെ പിടിയിൽ നിന്നും അവർ രക്ഷപ്പെടുന്നു. പുതിയ വാസസ്ഥലത്ത് ഉദ്ഗ്രഥനം ചെയ്യാൻ അവരെ ഈ ശൃംഖല സഹായിക്കുന്നു. അതിനാൽ ഇവരെ സ്വീകരിക്കുന്ന രാജ്യങ്ങൾക്ക് അത് ആശ്വാസകരമാണ്. പ്രായപൂർത്തിയാകാത്തവർക്കെതിരെ പുരോഹിതർ നടത്തുന്ന ലൈംഗിക ദുരുപയോഗ കേസുകൾ കൈകാര്യം ചെയ്യുന്ന നടപടിക്രമങ്ങൾ അറിയാതെ പലപ്പോഴും സഭ അമ്പരക്കുന്നത് സമീപകാലത്തെ കാഴ്ചയാണ്. അത്തരം സന്ദർഭങ്ങളിൽ കേസിന്റെ ഓരോ ഘട്ടത്തിലും എന്ത് പ്രവർത്തിക്കണമെന്ന് വിശദീകരിച്ചുകൊണ്ട് വത്തിക്കാൻ പുതിയ വാദേമേക്കും ഇറക്കി. ബിഷപ്പുമാർക്കും സുപ്പീരിയർമാർക്കും ഒരു പ്രാക്ടിക്കൽ ഗൈഡാണ് ഈ വാദേമേക്കും. ലൈംഗിക ദുരുപയോഗത്തിനിരയാകുന്നയാൾ അത് ബിഷപ്പിനെ അറിയിക്കുമ്പോൾ എങ്ങനെ മുന്നോട്ടു പോകണമെന്ന് അറിഞ്ഞുകൂടാത്തതാണ് ഇത്തരം കേസുകളിൽ കത്തോലിക്ക സഭ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലൊന്ന്. അതിനാൽ ഇരയ്ക്ക് നീതി ലഭ്യമാക്കാനുള്ള സമയം നഷ്ടപ്പെടുകയും ഈ പ്രക്രിയയിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ ഇടയാവുകയും ചെയ്യുന്നു. ഇതൊഴിവാക്കാനാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ബിഷപ്പുമാർക്ക് ഉപയോഗിക്കാവുന്ന മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ കൈപ്പുസ്തകം വത്തിക്കാൻ പുറത്തിറക്കിയത്. വിശ്വാസ പ്രമാണ കാര്യാലയങ്ങളുടെ പ്രീഫെക്ട് കർദിനാൾ ലൂയിസ് ലതാരിയ വിവരിക്കുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് പലവട്ടം അവർ ചോദിക്കുന്നു. അതുകൊണ്ടാണ് ബിഷപ്പുമാർക്കും സഭാ സുപ്പീരിയർമാർക്കും ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ പ്രായോഗിക ഗൈഡ് ഞങ്ങൾ പുറത്തിറക്കുന്നത്. കേസിന്റെ ഓരോ ഘട്ടത്തിലും എങ്ങനെ മുന്നോട്ടു പോകണമെന്ന് അതുവഴി അറിയാൻ കഴിയും. ഓരോ ഘട്ടത്തിലും എന്ത് മനോഭാവം സ്വീകരിക്കണമെന്ന് ഈ നടപടിക്രമങ്ങൾ വിവരിക്കുന്നു. ഉദാഹരണത്തിന്, എല്ലാ പരാതിയും അന്വേഷിക്കേണ്ടതാണ്. ഒപ്പം തന്നെ പരാതിയുള്ള ഇരയോട് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാനും നിർദ്ദേശിക്കണം. ആരോപിതനായ പുരോഹിതൻ ദുരുപയോഗം ചെയ്യുന്നതറിഞ്ഞാൽ ബിഷപ്പും അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം. ആരോപിതനായ പുരോഹിതനെ മറ്റൊരു നഗരത്തിലേക്കോ ഇടവകയിലേക്കോ സ്ഥലം മാറ്റരുത്. ഇരയോടും ബന്ധുക്കളോടും ഇതിൽ മൗനം അവലംബിക്കാൻ നിർദ്ദേശിക്കുകയും അരുത്. കേസിന്റെ പ്രക്രിയ എങ്ങനെ പുരോഗമിക്കുന്നുവെന്ന് അവരെ അറിയിച്ചുകൊണ്ടിരിക്കണം. ഈ രേഖയുടെ പ്രധാന രചയിതാക്കളിൽ ഒരാളായ മോൺസിഞ്ഞോർ ചാൾസ് സിക്ലൂന പറയുന്നു, ഇരകളെ നമുക്ക് ഇരുട്ടിൽ തപ്പാൻ വിടാനാവില്ല.
ഈ പ്രക്രിയ എങ്ങനെ അവസാനിച്ചുവെന്ന് അവരെ അറിയിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് ഇരയോടുള്ള അവഹേളനമാകും. ഫ്രാൻസിസ് മാർപ്പാപ്പ 2019 ഫെബ്രുവരിയിൽ റോമിൽ വിളിച്ചു ചേർത്ത ദുരുപയോഗത്തിനെതിരെയുള്ള ഉച്ചകോടിയിൽ ഇങ്ങനെയൊരു രേഖ വേണമെന്ന് പാപ്പ തന്നെ നേരിട്ട് നിർദ്ദേശിക്കുകയും അതിൽ പങ്കെടുത്ത ബിഷപ്പുമാർ അതിനെ സ്വാഗതം ചെയ്യുകയുമായിരുന്നു. ലബനോനിൽ കുഞ്ഞുങ്ങൾക്ക് ഒന്നും കഴിക്കാനില്ലെന്ന് ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മുടെ ഉദരങ്ങൾ നോവണം. മഹാമാരിക്ക് പുറമെ സാമ്പത്തികവും സാമൂഹികവുമായ ദുരന്തങ്ങളുടെ കെടുതിയിലാണ് ലോകത്തെ വലിയൊരു ഭാഗം ജനങ്ങൾ. ആഫ്രിക്കയിൽ കോവിഡിനെതിരെ എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്ത മനുഷ്യർ. കാരിത്താസ് ഇന്റർനാഷണൽ സൂം വഴി പ്രസിദ്ധീകരിച്ച അവരുടെ വാർഷിക റിപ്പോർട്ടിൽ ദരിദ്ര രാജ്യങ്ങളുടെ കടം മാപ്പാക്കണമെന്ന് അഭ്യർത്ഥിച്ചു. പുതിയ ആഗോള ഭാവിക്ക് അനുസൃതമായ വികസന പദ്ധതികൾ പ്രത്യേകിച്ചും മധ്യേഷ്യയിൽ നടപ്പാക്കണമെന്നും കാരിത്താസ് പറഞ്ഞു. മനുഷ്യത്വ പ്രവർത്തനത്തിന് ഏറെ പ്രാമുഖ്യം നൽകേണ്ട അവിടുത്തെ ഒരു പ്രദേശമാണ് ലെബനോൻ. ലെബനോനിലെ കാരിത്താസ് ഡയറക്ടർ റീത്ത റയാം മഹാമാരിയും പട്ടിണിയും രാജ്യത്തെ എങ്ങനെ ബാധിച്ചുവെന്ന് വിവരിക്കുന്നു. Our presence here and thanks to Caritas Internationalis is a call to the international community. കാരിത്താസിന്റെ ഇവിടുത്തെ സാന്നിധ്യം തന്നെ ഈ നാട്ടിലെ സാമ്പത്തിക പ്രതിസന്ധിക്കും ഉപരിയായുള്ള മാനുഷിക പ്രതിസന്ധിയിലേക്ക് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധയെ ക്ഷണിച്ചു വരുത്താനാണ്. ഇപ്പോൾ സാമ്പത്തിക ഉപരോധവും കടവും കൊണ്ട് പൊറുതിമുട്ടുന്ന ലെബനോനിലെ എല്ലാ മതവിഭാഗങ്ങളും ആഘാതം അനുഭവിക്കുകയാണ്. നാണയമൂല്യം 80% ഇടിഞ്ഞുവെന്നും ആരും രാജ്യത്തിന് ധനസഹായം ചെയ്യാൻ തയ്യാറല്ലെന്നും റായം വിവരിച്ചു. കോവിഡ്-19 ഈ ദുരിതങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയും ജൂൺ അവസാനം ലെബനോനിന്റെ പ്രതിസന്ധിയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. പ്രത്യേകിച്ചും ലെബനോനിൽ സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ മഹാമാരി കൂടുതൽ കഠിനമായി കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒന്നും കഴിക്കാനില്ലാതെ പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെന്ന് നാം ഓർക്കണം. കാരിത്താസ് സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റ് കർദിനാൾ വിൽഫ്രഡ് ഫോക്സ് നാപ്പിയർ ആഫ്രിക്കയുടെ രക്ഷയ്ക്കായി അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചു. ഏറ്റവും വലിയ ദൗർബല്യം അന്താരാഷ്ട്ര കടമാണ്. ആഫ്രിക്കയുടെ വികസനത്തിനും വളർച്ചയ്ക്കും ഇത് എല്ലാ സമയത്തും വിലങ്ങുതടിയായിട്ടുണ്ട്. നിങ്ങൾ ആഫ്രിക്കയിൽ എവിടെ പോയാലും കോവിഡിനെതിരെയുള്ള പ്രവർത്തനത്തിന് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് എന്ത് ചെയ്യണമെന്ന അറിവില്ലായ്മയാണ്. മഹാമാരിയെ ഫലപ്രദമായി നേരിടാൻ എന്ത് സാമഗ്രികളും വിഭവങ്ങളും ഉപയോഗിക്കാമെന്ന് അറിയുന്നില്ല. അതുകൊണ്ടാണ് കാരിത്താസ് ജനറൽ സെക്രട്ടറി G20 അഭ്യർത്ഥന നടത്തിയത്. ദരിദ്ര ജനങ്ങളുടെ കടം റദ്ദ് ചെയ്യണമെന്ന്, വികസനത്തിനും വിശ്വാസ പരിപാടികൾക്കുമായി ധനം മാറ്റിവെക്കണമെന്ന് കാരിത്താസ് അഭ്യർത്ഥിച്ചു. ഇത് പോഷിപ്പിക്കാനാണ് കാരിത്താസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വൈറസ് ബാധയേറ്റാൽ വീട്ടിലെ ആരും അടുത്തേക്ക് വരല്ലേ എന്നാണ് ഏതൊരു കോവിഡ് രോഗിയും ആഗ്രഹിക്കുന്നത്. മറിച്ച് തങ്ങൾക്കത് പിടിപെട്ടാലും അവരെ ഒറ്റയ്ക്ക് വിടില്ലെന്നാണ് വീട്ടിലുള്ളവരുടെ ചിന്ത. ഈ അടുപ്പത്തിനെയാണ് സ്നേഹം എന്ന് പറയുക. അതിനെ വർണ്ണിക്കുന്ന ഒരു വെബ്സൈറ്റ്. ലോക്ക്ഡൌണിൽ ഏകാന്തരായി ജീവിക്കേണ്ടി വരുന്നവർക്കു വേണ്ടി ഒരുപാട് ഉദ്യമങ്ങൾ ഉണ്ടെങ്കിലും കോവിഡ് രോഗികൾക്കും അവരുടെ ഡോക്ടർമാർക്കും ബന്ധുക്കൾക്കുമായി ഒരു നൂതന ഓൺലൈൻ സംരംഭത്തിന് തുടക്കമായി. യാത്രാവന്ദനം എന്നർത്ഥം വരുന്ന ഡെസിപിഡൻഡനോസ് എന്ന വെബ്സൈറ്റ് ഇതിനായി തുടങ്ങി. കോവിഡ് ബാധിച്ച് ആശുപത്രിയിൽ കിടക്കുന്നവരെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അനുയാത്ര ചെയ്യാനുള്ള വിവിധ നിർദ്ദേശങ്ങളാണ് വെബ്സൈറ്റിൽ ഉള്ളത്. ഇനസ് ഓഡോണസ് പറയുന്നു, കാരണം കോവിഡ് രോഗികൾ അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഇത് പകരുമോ എന്ന ഭയത്താൽ ആരും അങ്ങോട്ട് വരരുത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ വൈറസ് ബാധിച്ചാലും അടുത്തു ചെല്ലണമെന്നാണ് കുടുംബാംഗങ്ങളുടെ ആഗ്രഹം. അവർക്ക് അടുത്തിരിക്കണം. സ്നേഹത്തിൻ്റെ ശക്തിയാണ് ഇതിൽ പ്രകടമാകുന്നത്. ഈ ആത്മീയ തലത്തിനാണ് യാത്രാവന്ദനം വെബ്സൈറ്റ് ഊന്നൽ നൽകുന്നത്. കോവിഡ് രോഗികൾക്കും ചികിത്സിക്കുന്ന ഡോക്ടർമാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആവശ്യമുള്ള പ്രാർത്ഥനകൾ, രചനകൾ, മറ്റ് വിഭവങ്ങൾ എന്നിവ സൈറ്റ് പ്രദാനം ചെയ്യുന്നു. അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾ മരിക്കാനിടയുണ്ടെന്ന് അറിയാനുള്ള അവകാശം അവർക്കുണ്ട്. ജീവിതാന്ത്യത്തിൽ കൃതജ്ഞത പറയാൻ അഥവാ മാപ്പപേക്ഷിക്കാൻ അവർക്ക് അവസരം കിട്ടണം. സാന്താമരിയ സ്പിരിച്വാലിറ്റി സെന്റർ സ്ഥാപിച്ച ഇനസ് ഓഡോണസ് ആണ് സൈറ്റ് രൂപകൽപ്പന ചെയ്തത്. മഹാമാരി കാരണം മരണത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള ഭയം എല്ലാവരിൽ നിന്നും വിട്ടുമാറിയെന്നും
ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയമായി അത് മാറിയെന്നും ഓർഡോണസ് വിവരിക്കുന്നു. ബ്യൂണസ് അയേഴ്സിൽ ഇതിനായി 800 പൂർണ്ണസമയ സന്നദ്ധ പ്രവർത്തകർ പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ US, മെക്സിക്കോ, ബ്രസീൽ, ഉറുഗ്വേ എന്നിവിടങ്ങളിലും പ്രതീക്ഷയുടെ വിത്തുപാകാൻ അവർ പരിശ്രമിക്കുന്നു. മഹാമാരിക്ക് അവസാന വാക്കില്ല. ഇവിടെ പ്രത്യാശയുണ്ട്, പഠനമുണ്ട്. നമുക്ക് ജീവിതം തിരഞ്ഞെടുക്കാം. ധീരരാകാൻ, തോറ്റുകൊടുക്കാതിരിക്കാൻ കഴിയും. ഈ മഹാമാരിയല്ല, സ്നേഹമാണ് അവസാന വാക്ക്. ആ പ്രത്യാശ പടർത്താനാണ് ഈ സൈറ്റ്. മഹാമാരി ഒരുപാട് പേരെ മരണത്തിന് തയ്യാറെടുക്കാൻ സഹായിച്ചതുപോലെ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുന്നത് പഠിപ്പിക്കാനും ഉതകുമെന്ന് ഇനസ് ഓർഡോണസ് കരുതുന്നു. പണമില്ലാത്തതിനാൽ കല്ലറയില്ലാത്ത, മാന്യമായ ഒരു ശവസംസ്കാരം പോലും ലഭിക്കാതെ പോകുന്ന ലക്ഷങ്ങളുണ്ട് ഈ നാട്ടിൽ. അവർക്കു വേണ്ടിയും ഒരു തിരുനാളം തെളിക്കുന്ന ചുരുക്കം മനുഷ്യരും. സ്പെയിനിലെ മാഡ്രിഡ് ആർച്ച് ബിഷപ്പ് കർദിനാൾ കാലോസ് ഒസറോയെ നമുക്ക് അക്കൂട്ടത്തിൽ കാണാം. കോവിഡ്-19 ഏറ്റവും അധികം മരണസംഖ്യയുണ്ടാക്കിയ ലോകനഗരങ്ങളിലൊന്നായ മാഡ്രിഡിൽ മരിച്ചവർക്ക് വേണ്ടി അതിരൂപത സ്മാരകമുയർത്തുന്നു. സംസ്കരിക്കാൻ കല്ലറ വാങ്ങാൻ കഴിയാത്തവർക്ക് വേണ്ടിയാണ് ഈ സ്മാരകം. സാൻ ജസ്റ്റോ സെമിത്തേരിയിലെ ചാപ്ലിൻ നെൽസൺ നജേറ പറയുന്നു, എല്ലാ വൈദികരെയും പോലെ വിശ്വാസികളുടെ ആവശ്യങ്ങളോട് പ്രതികരിക്കാതിരിക്കാൻ ആർച്ച് ബിഷപ്പിന് കഴിയില്ല. ഏതാണ്ട് 1900 ആളുകളുടെ ക്ഷാരം നിമജ്ജനം ചെയ്തയിടത്താണ് ഈ സ്മാരകം. അവരുടെ ഓർമ്മ നിലനിർത്താൻ ഒരിടമുണ്ടെന്ന് കാണിക്കാനാണ് മാഡ്രിഡ് ആർച്ച് ബിഷപ്പ് ഇങ്ങനെയൊരു സ്മാരക നിർമ്മിതിക്ക് പദ്ധതിയിട്ടത്. സാക്രമെന്റൽ ഡി സാൻ ജസ്റ്റോ ഫൗണ്ടേഷൻ റെക്കോർഡ് സമയമായ 15 ദിവസം കൊണ്ട് 7.5 അടി പൊക്കത്തിലുള്ള ഷഡ്കോണ നിർമ്മിതി തയ്യാറാക്കുകയായിരുന്നു. അതിൻ്റെ ഫ്രാൻസിസ്കോ ബെൽമോണ്ടെ പറയുന്നു, മാഡ്രിഡ് അതിരൂപത ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇങ്ങനെയൊരു സ്മാരകം ഞങ്ങൾ നിർമ്മിച്ചത്. തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ക്ഷാരം എന്തു ചെയ്യണമെന്നറിയാതെ കഴിയുന്നവർക്ക് വേണ്ടിയാണ് ഈ നിർമ്മിതി. മാർബിളിലാണ് ഇത് നിർമ്മിക്കുന്നത്. ഇതിനൊരു മേലാപ്പും ഉണ്ടാകും. ഇതിൻ്റെ വാസ്തുശില്പി ലിസിൻസോ റിവറോ പറയുന്നു, ഈ മേലാപ്പ് ഒരു അൾത്താരയോ ശവമഞ്ചമോ ഉള്ളതായിരിക്കും. ഈ സ്മാരകം കർദിനാൾ കാർലോസ് ഒസോറോ വെഞ്ചരിച്ചു. മാഡ്രിഡിലെ സഭ ഈ ദുരന്ത സമയത്ത് ദരിദ്രരോടൊപ്പം നിലനിൽക്കുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണിത്. കണ്ണീർ താഴ്വരയിൽ വിങ്ങിക്കരഞ്ഞ് അമ്മയോട് വിലപിക്കാത്ത ഒരു ക്രിസ്ത്യാനിയുമില്ല. നൂറ്റാണ്ടുകളായി നാം ഉരുവിടുന്ന ആ പ്രാർത്ഥനയുടെ പുതിയ വീഡിയോ പതിപ്പ് ഇപ്പോൾ യൂട്യൂബിൽ ശ്രദ്ധേയമാകുന്നു. സാൽവേ റെജീന എന്ന ആ ഗാനം എലേന മറാച്ചിനിയും 33 രാജ്യങ്ങളിലെ 450 കൊയർ അംഗങ്ങളും ഒരുമിച്ച് ആലപിക്കുമ്പോൾ ആ സ്വരമാധുരി സ്വർഗത്തിലേക്ക് ഉയരുന്നു. വിസ്തൃതമായ മരിയൻ സംഗീതം പരിശുദ്ധരാജ്ഞി കരുണയുള്ള മാതാവേ 33 രാജ്യങ്ങളിൽ നിന്നുള്ള 450 പേർ ചേർന്ന് പാടിയ ഓൺലൈൻ വെർഷൻ യൂട്യൂബിൽ ഹരമായി മാറുന്നു. ചിലിയൻ ഫൗണ്ടേഷനായ കാൻഡോ കത്തോലിക്കയാണ് ഈ വെർച്വൽ പതിപ്പിറക്കിയത്. വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ ഏകാന്തനായി നിന്ന് മാർച്ച് 27 പരിശുദ്ധ പാപ്പ നൽകിയ ഉർബി എത് ഓർബി പ്രസംഗമാണ് ഈ ഗാനം ഓൺലൈനിൽ ഇറക്കാൻ അവർക്ക് പ്രചോദനം നൽകിയത്. കാൻഡോ കത്തോലിക്കയുടെ ഫ്രാൻസിസ്കോ വാൽ ജിമിനസ് പറയുന്നു, ഞങ്ങൾ എല്ലാവരുടെയും ശബ്ദം ഒരുമിച്ച് സ്വർഗത്തിലേക്ക് ഉയർന്ന് കന്യകാമറിയത്തിൽ എത്തണമെന്ന ആഗ്രഹത്താലാണ് ഈ ഗാനം തിരഞ്ഞെടുത്തത്. പരിശുദ്ധ രാജ്ഞി കരുണയുള്ള മാതാവേ സുസ്തി, ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സുസ്തി എന്ന ഈ വരികൾ ബെർണാഡോ ഡി ക്ലാരബെല്ലിൻ്റെതാണെന്ന് കരുതപ്പെടുന്നു. ഇതിന് സംഗീത ആവിഷ്കാരം നൽകിയത് 13-ാം നൂറ്റാണ്ടിൽ. ഈ ഗാനത്തിൽ സോളോ പാടിയ എലേനോ മറാച്ചിനി വളരെ ലളിതമായ സ്വരശ്രുതിയാണ് ഉപയോഗിച്ചത്. എലേനോ പറയുന്നു, കാരണം തടസ്സമില്ലാതെ എല്ലാവർക്കും ഇത് പാടാനാവണം. വാക്കുകളും അനുസ്വരവും വിസർഗവും തെറ്റാതിരിക്കാനും പാട്ട് സങ്കീർണമായി പോകാതിരിക്കാനുമാണ് ഇങ്ങനെ ചെയ്തത്. സുന്ദരമായൊരു വീഡിയോ നിർമ്മിക്കണമെന്നതായിരുന്നില്ല കാൻഡോ കത്തോലിക്കയുടെ ഉദ്ദേശം. ലോകമെങ്ങും ലക്ഷക്കണക്കിന് മനുഷ്യർ ഇന്നനുഭവിക്കുന്ന വേദനയും ഭയവും അകറ്റാനാണ് കണ്ണുനീരിന്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങേപ്പക്കൽ നെടുവീർപ്പെടുന്നു എന്ന ഈ ഗാനം ഇപ്പോൾ അവതരിപ്പിച്ചത്. ഈ വിങ്ങിക്കരയൽ കുരിശിൽ നിന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ എന്ന് ഞങ്ങൾക്ക് തോന്നി. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ ആ വേദനയ്ക്ക് നാം അർത്ഥം നൽകുകയാണ്, നാം സഹിക്കുകയാണ്. എങ്കിലും നാം അത് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നൽകുന്നു. ഈ കഠിന നിമിഷങ്ങളിൽ അവനിലേക്ക് നോക്കുന്നു. ഹൃദയഹാരിയാണിത്. ഞാൻ ആദ്യം എൻ്റെ ഭാഗത്തെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ.
പിന്നെ മൊത്തം വീഡിയോ കണ്ടപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അവസാനം എങ്ങനെയാണ് എന്ന് കണ്ടപ്പോൾ അത് അതിമനോഹരമായിരിക്കുന്നു. വത്തിക്കാൻ ഡയറിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.